ഹലോ, നമസ്കാരം. പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ചെന്നൈയിലെ ക്ലൈമറ്റൊക്കെ, അതായത് നമ്മുടെ വെതറൊക്കെ ഒന്ന് നല്ല ഓക്കെ ആയി വരുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഇച്ചിരി ചൂടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിനെ പറ്റി പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഒരു ഈവനിങ് റൂട്ടീനാണ് കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ചില ദിവസങ്ങളിൽ ഇത്രയൊന്നും കാര്യങ്ങൾ ചെയ്യാറില്ല, സ്കിപ്പ് ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും എന്തായാലും ഒരേപോലെ ഇരുന്ന ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് മാറ്റങ്ങളൊക്കെ വരണം അല്ലേ. അപ്പോൾ ഇന്നത്തെ ജ്യൂസ് മുസംബി ജ്യൂസാണ്. കളറ് കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് ഓറഞ്ച് അല്ല കേട്ടോ. ഇവിടെ പാറുവിന് ഫേവറേറ്റ് ആയിട്ടുള്ള ജ്യൂസാണ് ഓറഞ്ച് ജ്യൂസും മുസംബി ജ്യൂസും. അതാണ് ഞാൻ മിക്കവാറും ഉണ്ടാക്കി കൊടുക്കൽ. അതും ഇതുപോലെ തന്നെ ഇങ്ങനെ ഹാൻഡ് ബ്ലെൻഡറിൽ ഇങ്ങനെ പിഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അതല്ലാതെ മിക്സിയിൽ ചെയ്ത് ഞാൻ കൊടുക്കാറില്ല. കാരണം ഇതിൻ്റെ മധുരം ഒന്നും ഫീൽ ചെയ്യൂല, മൊത്തത്തിൽ അതങ്ങ് അരഞ്ഞു വരുമല്ലോ. അപ്പോൾ മധുരം ഇട്ട് കൊടുക്കണം. ഇതാവുമ്പോൾ അതിലുള്ള ആ സ്വീറ്റ്നെസ് തന്നെ മതി നമുക്ക് കുടിക്കാനായിട്ട്, നല്ല ടേസ്റ്റി ആയിട്ട് കുടിക്കാം. അപ്പോൾ ഈ നമ്മൾ പൊളിച്ചു കഴിക്കുന്ന ഓറഞ്ച് അല്ല, അല്ലാതെ കിട്ടുന്ന ആ ഓറഞ്ച് ഉണ്ടല്ലോ, അതിനൊരു പേരുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അത് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ ഓറഞ്ചും ഇതും ഇവിടെ കിട്ടും. അത്യാവശ്യം സീസണലായിട്ട് കിട്ടുന്ന ആ ഫ്രൂട്ട്സ് നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ ഈ ഇവിടെ മുസംബി ഇഷ്ടം പോലെ കിട്ടും. ഈ സാത്തുകുടി എന്നാണ് ഇതിനെ തമിഴിൽ പറയണേ. അപ്പോൾ ഇത് 1.5 കിലോ 100 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് ബാക്കി ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും പിഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു മഗ്ഗിൽ 3/4 ഭാഗത്തോളം എനിക്ക് ജ്യൂസ് കിട്ടിയായിരുന്നു. കൂടുതൽ ആളുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് വേണമെങ്കിൽ കുടിക്കാം. ഇപ്പോൾ പാറുവിന് മാത്രമാണ് ഞാൻ ചെയ്യണേ. അവൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അതങ്ങോട്ട് മുഴുവനും കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചു. സന്ധ്യയായി, നമുക്കിനി വിളക്ക് കൊളുത്താട്ടോ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്നാപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. പാറും വിളക്കൊക്കെ തൊഴുതോളൂ കേട്ടോ. ഞാൻ വിളക്ക് കൊളുത്തി വിളിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് വിളക്കൊക്കെ തൊഴുതോളും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരി കത്തിക്കണം, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്ത ആൾക്ക് ചെയ്യേണ്ടതൊക്കെ അറിയാം, കൈകൊള്ളാതെയൊക്കെ ചെയ്തോളും. അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി നാമം ജപിക്കണം. അപ്പോൾ ബുധനാഴ്ച ആയതുകൊണ്ട് ഞാൻ 2 തിരിയിട്ടാണ് കേട്ടോ കൊളുത്തിരിക്കണേ. അപ്പോൾ പൂക്കളൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിങ്ങനെ ഫ്രിഡ്ജിൽ വയ്ക്കും. എനിക്ക് ഏകദേശം ഒരു 3-4 ദിവസമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പൂവിന് ഇത്തിരി വില കൂടുതലാണ്. 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 100 രൂപയ്ക്കാട്ടോ വാങ്ങിക്കണേ. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് തിരുപ്പതിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ വാങ്ങിക്കാൻ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ചന്ദനത്തിരിയാണ് കേട്ടോ. നമ്മൾ ഈ പൂജയ്ക്ക് നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുന്ന സമയത്തൊക്കെ ചന്ദനത്തിരിയും ഈ ധൂപവും ഒക്കെ കത്തിച്ച് വയ്ക്കുമ്പോൾ അത് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്കിങ്ങനെ ചില ആൾക്കാർക്ക് നല്ല സഫോക്കേഷൻ വരും, എനിക്ക് കണ്ണൊക്കെ എരിയും കേട്ടോ. ഇത് 2 ഞാൻ തിരുപ്പതിയിൽ നിന്ന് വാങ്ങിച്ച ചന്ദനത്തിരികളാണ്. ഇത് നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് ഗുരുവായൂർ കിട്ടുന്ന സ്ഥലം നമ്മുടെ കൗണ്ടർ ഉണ്ടല്ലോ, പാൽപ്പായസവും പ്രസാദമൊക്കെ വാങ്ങിക്കണേ, അതിൻ്റെ അടുത്ത് തന്നെ പഴയ ക്ലോക്ക് റൂം ഇരുന്നിരുന്ന സ്ഥലം. ഇനി അതറിയില്ലെങ്കിൽ നമുക്ക് ഈ പാൽപ്പായസത്തിനുള്ള പ്ലാസ്റ്റിക് ഡബ്ബ കിട്ടുന്ന ആ ഒരു കൗണ്ടർ ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു കോർണറിലായിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ഇതുപോലത്തെ സാധനങ്ങൾ കിട്ടും. ഇതെല്ലാം ഇങ്ങനെ കുറച്ച് നാച്ചുറലായിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണതാണ്. അപ്പോൾ അതായത് നമ്മുടെ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ എടുക്കുന്ന പൂക്കളുണ്ടല്ലോ, ആ പൂക്കളും അങ്ങനെയൊക്കെ ഒരുപാട് ഇങ്ങനെ വരുമല്ലോ, അതൊക്കെ വെച്ചിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് അവിടെ. അവിടെ നിന്ന് ഇത് 2 വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ
ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് കാണിക്കണം എന്ന് തോന്നി. കാരണം ഒരുപാട് പേരിങ്ങനെ കടയിലിരിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ സാധനങ്ങൾ വാങ്ങിച്ച് ഇത് കത്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സഫോക്കേഷൻ വന്നത് അത് ആ പരിപാടി അവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല. ഞാൻ തിരുപ്പതി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലഡ്ഡു കൗണ്ടറിലേക്ക് പോകുന്ന വഴിയിലായിട്ടാണ് ഇതിൻ്റെ കൗണ്ടർ വരുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കാശ് കൈ കരുതണം. അവിടെ ഫോണൊന്നും ഉണ്ടാവില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ കാശ് കൈ കരുതി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ കാണിച്ച ആ 2 100 രൂപയാണ് കേട്ടോ ചന്ദനത്തിരി. ഒരുപാട് ചന്ദനത്തിരികളുണ്ട് അതിൽ. കുറേ നാൾ കത്തിക്കുക. അപ്പോൾ ഞാൻ പോകുമ്പോൾ കുറച്ചിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരും. എനിക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. അടുത്ത പ്രാവശ്യം പോകുന്നതിന് മുന്നായിട്ട് അത് തീരുമ്പോഴേക്കും എനിക്ക് അടുത്ത പ്രാവശ്യം തിരുപ്പതിയിൽ പോകാൻ പറ്റാറുണ്ട് കേട്ടോ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അപ്പം നമ്മൾ എപ്പോഴാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രീ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ അവിയൽ വെക്കാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ ഇരിപ്പുണ്ട്. മുരിങ്ങക്കായ ഉണ്ട്, പടവലങ്ങ, ക്യാരറ്റ്, പിന്നെ ബീൻസ് ഉണ്ട്, ഉരുളക്കിഴങ്ങ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഒരു അവിയലാക്കി കളയാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ ബീൻസ് ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത് ആ സ്റ്റീലിൻ്റെ ബൗളിൽ ഇട്ടിരിക്കുന്ന ബീൻസ് ഉണ്ടല്ലോ, നമുക്ക് നാട്ടിൽ സുലഭമായിട്ട് കിട്ടും ആ ബീൻസ്. പക്ഷേ ഇവിടെ അത് കിട്ടില്ല കേട്ടോ. ഇവിടെ കടകളിലൊന്നും ഞാൻ വന്ന സമയം എനിക്ക് ഈ ബീൻസാണ് ഇഷ്ടം. മറ്റേ ഗ്രീൻ കളറിൽ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ബീൻസ് ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അത് ഇഷ്ടക്കേട് വരാൻ കാര്യം ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇനീഷ്യൽ സമയത്ത് ഞാനിത് കഴിച്ചു. ഞാൻ തന്നെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ എനിക്ക് അത് എന്തോ ഒരു സ്മെല്ല് പിടിച്ചില്ല. പിന്നെ എനിക്ക് ഈ സാധനം കഴിക്കാനേ പറ്റില്ല കേട്ടോ. എന്തോ പോലെയാണ് പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുവരെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു. അങ്ങനെ അതിനോടുള്ള ഇഷ്ടം അന്ന് പോയതാണ്. പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ആ ഇഷ്ടം. എനിക്ക് ഈ ബീൻസ് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഈ ബീൻസ് ഞാൻ ഇവിടെയൊക്കെ കടകളിൽ നോക്കും, ഈ സാധനം ഇല്ല. അങ്ങനെ ബീൻസ് വാങ്ങിക്കുന്ന പരിപാടി ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ തപ്പി സെപ്റ്റോയിലും പിന്നെ നമ്മുടെ ഇൻസ്റ്റാമാർട്ടിലൊക്കെ ഞാനിങ്ങനെ എന്തോ വെജിറ്റബിൾസ് നോക്കുന്ന സമയത്താണ് ഈ ബീൻസ് കണ്ടത്. അങ്ങനെ ഞാൻ ഈ ബീൻസ് ഇപ്പം ഒരു 1/2 kg, 1/2 കിലോ ഞാനിങ്ങനെ ഓർഡർ ചെയ്യും കേട്ടോ. 1/4 കിലോൻ്റെ 2 പാക്കറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനതിങ്ങനെ വാങ്ങിക്കും. ബീൻസ് വേണ്ടപ്പോഴേക്കും ഞാൻ അതിൽ നിന്ന് വാങ്ങിക്കാം. കടകളിൽ, പച്ചക്കറി കടകളിലൊന്നും സാധനം കാണാറില്ല നമ്മളുടെ ഇവിടെ കേട്ടോ. പിന്നെ ചെന്നൈയിൽ പല ഭാഗങ്ങളും കിട്ടുന്നുണ്ടാവും, എന്നാലും നമ്മളുടെ ഈ ഭാഗത്ത് അങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്കും ഇത് തന്നെ ഇഷ്ടം എന്ന്. അപ്പം ഞാൻ ഈ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചെന്നൈയിലുള്ള താമസിക്കുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി നമുക്ക് വാങ്ങിക്കാം കേട്ടോ. പിന്നെ ഈ ക്യാരറ്റ് ഉണ്ടല്ലോ, നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്യാരറ്റിൻ്റെ ആ വേര് തുടങ്ങുന്ന ഭാഗമില്ലേ, അതും അതിൻ്റെ ആ ടിപ്പായിട്ടുള്ള ആ ഭാഗം ഇച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ചീഞ്ഞു പോകില്ല കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോവും. ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. പെട്ടെന്നൊന്നും അത് കേടാവുന്നില്ല. മറ്റേതിങ്ങനെ ഉള്ളൊക്കെ ചീഞ്ഞ് വല്ലാണ്ടായി പോവും ചിലപ്പോൾ. അപ്പോൾ ഇത്തവണ ഞാൻ വാങ്ങിച്ചപ്പോഴാണ് അത് ട്രൈ ചെയ്തത്. എന്തായാലും അത് നല്ലതാണ് ആ ടിപ്പ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് തേങ്ങ ഒരു 1/2 രാവിലെ പൊട്ടിച്ച തേങ്ങയാണ്. അപ്പോൾ അതൊരു 1/2 ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. സമയമില്ലായിരുന്നു ആ സമയത്ത് ഇത് ചിരകിയെടുക്കാനായിട്ട്. അപ്പോൾ അതും ചിരകിയെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫാസ്റ്റായിട്ട് ഈ തേങ്ങ ചിരവുന്നു. പക്ഷേ നമ്മൾ എത്ര നാൾ കൊണ്ടാണ് ഈ ഒരു ഇത്രയും ഫാസ്റ്റായിട്ട് ചിരകിയെടുക്കാനായിട്ടുള്ള ഒരു ഇങ്ങനെ എന്താ പറയുക, നമ്മളൊരു കാര്യം നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് പഠിച്ചതെന്ന് ആരെങ്കിലും ഓർക്കാറുണ്ടോ? എൻ്റെ അമ്മയാണ് കേട്ടോ എന്നെ തേങ്ങ ചിരവാനൊക്കെ പഠിപ്പിച്ചത്. അത് ഞാനിപ്പോൾ തേങ്ങ ചിരവിയൊക്കെ അതും ഞാൻ ഓർത്തു. കാരണം തേങ്ങയുടെ സൈഡിൽ നിന്നൊക്കെ ആദ്യം ചിരവണം, ഉള്ളിൽ നിന്ന് ചിരകി കഴിഞ്ഞാൽ കൊത്തിപ്പോരും എന്നൊക്കെ പറഞ്ഞ് പതിയെ നമ്മളത് പഠിക്കുന്ന സമയത്ത് തന്നെ എത്ര പ്രാവശ്യം നമ്മുടെ കൈ മുറിഞ്ഞിട്ടുണ്ടാവും ആ ചിരവയുടെ ഇത് വെച്ച്. അങ്ങനെ എത്ര നാൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നല്ല എഫിഷ്യൻ്റായിട്ട് നമ്മളത് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ ഈ അടുക്കള പണിയൊന്നും അത്ര നിസ്സാരമുള്ള കാര്യമല്ല. നമ്മൾ എത്ര ഫാസ്റ്റായിട്ടും എത്ര കാര്യങ്ങൾ ഭംഗിയായിട്ടും ചെയ്യുന്നു എന്നുള്ളതിന് ഒരുപാട് വർഷങ്ങളും ഒരുപാട് നാളുകളുടെ പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ വേണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഇത്ര ഭംഗിയായിട്ടോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ജോലിനെയും കുറച്ച് കാണാൻ പാടില്ല എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒക്കെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നീളത്തിലാണല്ലോ നമ്മൾ അവിയലിന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നീളത്തിൽ അവിയലിന് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഉരുളക്കിഴങ്ങ് അല്ലാതെ കട്ട് ചെയ്തേക്കുന്നത് നമുക്ക് മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും വെക്കുമ്പോൾ എടുക്കാം. അതല്ല വേറെ സാമ്പാറിനാണെങ്കിലും അങ്ങനെ ഇടാമല്ലോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ്. ഇവിടെ ഉരുളക്കിഴങ്ങ് ഒരുപാട് ഇടുന്നത് ഷൈച്ചേട്ടന് ഇഷ്ടമല്ല. ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ആയി പോകും മൊത്തം അവിയലിനെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ.
അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ഞാൻ കഴുകിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ. നേരത്തെ ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി പ്ലേറ്റിൽ വെച്ചേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് അരിഞ്ഞ് അങ്ങ് ചേർക്കാം. അല്ലാതെ ഈ കട്ട് ചെയ്തിട്ട് കഴിയുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. കാരണം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴുകുമ്പോൾ അതിൻ്റെ കൂടുതലും അതിൻ്റെ ആ ഒരു ന്യൂട്രീഷണൽ വാല്യൂ കുറയുമെന്ന് പണ്ട് മുതലേ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ അങ്ങനെ ചെയ്യാൻ സമ്മതിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഈ ഒണിയനൊന്നും ഞാൻ കട്ട് ചെയ്യുന്നില്ല, അതെല്ലാം എടുത്ത് വെക്കുകയാണ്. എനിക്ക് അവിയലിന് വേണ്ടതല്ല അത്. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നന്നാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രിപ്പ് അത്യാവശ്യം ഒന്ന് ഒതുക്കി വെച്ചപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. അപ്പോൾ നാളെ നമുക്ക് അവിയലും രസവും വയ്ക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നാളെ എന്തുണ്ടാക്കണം എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. പിന്നെ കുറച്ച് തൈര് ഉണ്ടാക്കണം. അപ്പോൾ ഇത്തിരി പാലിരിപ്പുണ്ടായിരുന്നു, അത് ഞാനെന്നാൽ തിളപ്പിച്ച് ഒരൊഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ഞാൻ ജീരകവെള്ളം കുടിക്കാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും കുടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ ഇത്രേ വയ്ക്കുകയുള്ളൂ. ഇപ്പോൾ അതിൽ ഹാഫ് എടുത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെച്ചാൽ എനിക്കൊരു ഗ്ലാസ് കുടിക്കാനും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒന്ന് ചൂടാക്കിയിട്ട് പെട്ടെന്ന് കുടിക്കാം. അല്ലെങ്കിൽ രാവിലെ തിളപ്പിച്ച് കുടിക്കുമ്പോൾ സമയം പോകുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ നൈറ്റ് ഈവനിങ് റൂട്ടീനിലെ പരിപാടികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.